ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ടൈറ്റിൽ കാണുന്ന പോലെ എന്തുകൊണ്ടാണ് സമയം വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്, അപ്പൊ ഈ സമയത്തെ ഒന്ന് സ്ലോ ഡൗൺ ആക്കാൻ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുമോ? ഒരു ദിവസം തുടങ്ങി അവസാനിക്കുന്നത് നമ്മൾ അറിയണേ ഇല്ല അല്ലെ. ഒരു ദിവസം എന്റെ മനസ്സിൽ തോന്നിയ ഒരു ക്വസ്റ്റ്യൻ ആണിത്. എനിക്ക് എന്തെങ്കിലും സമയം തികയാത്ത, എന്താണ് ദിവസം ഇങ്ങനെ കടന്നു പോണേ? അപ്പൊ അതിനുള്ള റീസൺസും അതിനുള്ള റെമഡീസ്, അതായത് ഈ പ്രോബ്ലങ്ങൾ എന്താണെന്നും അതിനുവേണ്ടി എന്തൊക്കെ സൊല്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റാന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ട് എനിക്കൊരു പ്രോബ്ലം തോന്നിയത്, നമ്മുടെ വയസ്സ് കൂടും തോറുമാണ് നമുക്ക് ദിവസങ്ങള് വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു ഫീല് തോന്നുന്നത്. അതെന്താന്ന് വെച്ചാല്, നമ്മൾ വയസ്സ് കൂടുന്തോറും ഒരു പ്രത്യേകത എന്ന് വെച്ചാല്, നമ്മൾ കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങളാണല്ലേ നമ്മൾ പഠിക്കുന്നത്. എക്സൈറ്റ്മെന്റ് ആണ് നമുക്ക് ഓരോ ദിവസത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും. ഓരോ ദിവസം ഭയങ്കര വ്യത്യസ്തമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ നമ്മുടെ ഏജ് കൂടുന്തോറും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ റിപ്പീറ്റേറ്റീവ് ആവും, ഒരുപോലെ ആവാൻ തുടങ്ങും, എന്നും ഒരു റുട്ടീൻ ആവാൻ തുടങ്ങും. നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു, നമ്മൾ അതിൽ ഒരു എക്സ്പേർട്ട് ആയി, പുതിയതായിട്ടൊരു കാര്യം നമ്മൾ പഠിക്കണില്ല. അപ്പൊ എന്താ പറ്റണെന്ന് വെച്ചാല്, നമ്മൾ എന്നും റിപ്പീറ്റേറ്റീവ് ഒരേ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, മക്കളുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുന്നു, അത് കഴിഞ്ഞ് യൂട്യൂബിന്റെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് വീണ്ടും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, ഭക്ഷണമൊക്കെ കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു, കഴിഞ്ഞു. ഓക്കെ, എന്നും ഒരേ ഒരു റുട്ടീൻ. അങ്ങനെ വരുമ്പോ എന്താ വെച്ചാല്, ദിവസം പോണതേ അറിയില്ല, കാരണം എന്നും ഒരുപോലെയാണ് അല്ലെ. ശരിക്കും പറഞ്ഞാൽ പറയുമ്പോൾ ഒരു ബോറടിയാണ് നമുക്ക് ഫീൽ ചെയ്യണത്, റിപ്പീറ്റേറ്റീവ് ആണ് ചെയ്യണത്. അപ്പൊ ഏജ് കൂടുന്തോറും ഇതിന് കൂടാനാണ് പോകുന്നത്. കാരണം നമ്മൾ ഇതേ ഒരു റുട്ടീൻ തന്നെയായിരിക്കും ഫോളോ ചെയ്യുക. വേറെ എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു കാര്യം വന്നില്ലെങ്കിൽ ഈ ഒരു റുട്ടീനിലായിരിക്കും പോവാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് സമയം ഫാസ്റ്റ് ആയിട്ട് പോകുന്ന പോലെ തോന്നേണ്ട ഒരു കാര്യം, ഒരു ദിവസം വ്യത്യസ്തത ഇല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? പുതിയതായി എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ റുട്ടീനിൽ ഉൾപ്പെടുത്തുക, ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് വരുത്തുക. എന്നും പോകുന്ന പോലെ പോവാതെ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ചൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്തെ ആ ഒരു സ്പാർക്ക് നമുക്ക് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാൻ പറ്റും. ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്ക് ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും, കുറച്ചുകൂടി മോട്ടിവേഷൻ ഉണ്ടാവും ലൈഫിൽ. ഏത് രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന ജോലികളായിക്കോട്ടെ, നിങ്ങളുടെ രൂപത്തിലായിക്കോട്ടെ, നിങ്ങൾ എന്ത് കാര്യത്തിലായാലും ചേഞ്ചുകൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുമ്പോൾ കുറച്ചുകൂടി നമ്മുടെ ലൈഫ് സ്ലോ ഡൗൺ ആവുകയും നമുക്ക് കുറച്ചുകൂടി സമയം കിട്ടുന്ന ഒരു ഫീലാണ് ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാല്, ഇപ്പത്തെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ പണ്ടത്തെ ആളുകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ബിസി ലൈഫ് സ്റ്റൈൽ. കുറച്ച് അതൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, പലരും ഇപ്പൊ പാരന്റ്സ് രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കും, അമ്മയോ അതെ പപ്പയോ അതെ, രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ വെച്ചാല്, വീട്ടിലെ കാര്യങ്ങളും ജോലിയുടെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം കൂടി മാനേജ് ചെയ്യുമ്പോൾ ഒരു ബിസി ലൈഫ് സ്റ്റൈലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബിസി ലൈഫ് സ്റ്റൈൽ ആകുമ്പോഴും നമുക്ക് സമയം തികയാത്ത പോലെ ഒരു ഫീലാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ഈ ഒരു ബിസി ലൈഫ് സ്റ്റൈൽ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അപ്പൊ അതിന് കുറച്ച് കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടും സമയം കുറച്ചും കിട്ടുന്ന പോലെ നമുക്ക് തോന്നും. അതിന് ആദ്യം ചെയ്യേണ്ട ഒരു വലിയൊരു കാര്യം, നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഏതാണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടാത്തത് എന്ന് നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. എന്തിനോട് നോ പറയണം എന്നൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവണം. ചില കാര്യങ്ങൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും, ചിലത് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഓരോ കാര്യങ്ങളനുസരിച്ച് ഏത് കാര്യത്തിന് യെസ് പറയണം, ഏത് കാര്യത്തിന് നോ പറയണം എന്നൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഇല്ലെങ്കിൽ, എല്ലാത്തിനും നമ്മൾ യെസ് പറഞ്ഞുകൊണ്ടിരിക്കും, എല്ലാവരെയും ഹെൽപ്പ് ചെയ്തും മറ്റുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് വേണ്ടി സമയം മാറ്റിവെക്കാനോ ഒന്നിനും നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ എവിടെ നോ പറയണം എന്ന് ആദ്യം തന്നെ പഠിക്കുക, അതിനനുസരിച്ച് നമ്മുടെ ഓരോ ജോലികളും തീരുമാനിക്കുക. അങ്ങനെ വരുമ്പോൾ അനാവശ്യമായിട്ടുള്ള എല്ലാ ജോലി ചെയ്ത് നമ്മുടെ സമയം പോവില്ല. രണ്ടാമത്തെ കാര്യമുള്ളത്, നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് ടാസ്കുകൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പൊ നമുക്ക് വീട്ടിലെ ജോലികൾ ഒരുപാടുണ്ടെങ്കിൽ കുറച്ച് ജോലികൾ ഹസ്ബൻഡിലും വൈഫിനായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ രണ്ടുപേരും ചെയ്യാം. കുട്ടികളായാൽ പോലും അവർക്കും അവരുടേതായ ഡ്യൂട്ടീസ് കൊടുക്കുക. അല്ലാതെ അവർ പഠനം മാത്രമല്ല, വീട്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ പഠിക്കാനുണ്ട്, അപ്പൊ അവർക്കും കുറച്ച് ഡ്യൂട്ടീസ് കൊടുക്കുക. പിന്നെ മൂന്നാമതായിട്ട്, എന്താണ് നമ്മുടെ ദിവസത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് കുക്കിംഗ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് തന്നെയാണ്. മക്കളുടെ പഠനം ശ്രദ്ധിക്കുക എന്നുള്ളത് അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ലൈഫിൽ പ്രയോറിറ്റീസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോട്ട് ചെയ്ത് അത് ശ്രദ്ധിക്കാം. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മുടെ വീട് നമ്മൾ ക്ലീൻ ചെയ്യണം, ഒതുക്കി വെക്കണമെന്നൊക്കെ ഞാൻ പലപ്പോഴും വീഡിയോ ചെയ്യാറുണ്ടെങ്കിൽ പോലും വർക്കിംഗ് ആയിട്ടുള്ളവർക്ക് ഇതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് വീട് മെസ്സി ആയിട്ട് കിടന്നാലും ഇടയ്ക്ക് ഒതുക്കാണ്ട് കിടന്നാലും വീട് എങ്ങനെ ഇരുന്നോട്ടെ, നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മുടെ ലൈഫിന്റെ സിറ്റുവേഷൻ കൊണ്ടാണല്ലോ അങ്ങനെ. അപ്പൊ ഓവറായിട്ട് അതിൽ സ്ട്രെസ് എടുക്കാതെ പറ്റുന്ന സമയങ്ങളിൽ പറ്റുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അതിൽ കുറെ സമയമാവാതെ പറ്റുന്ന സമയങ്ങളിൽ നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായി. അപ്പൊ ഓവർലോഡ് ആവില്ല. അപ്പൊ അതൊരു ഓവർ സ്ട്രെസ് ആ കാര്യത്തിൽ അടിക്കാതിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു വർക്കിംഗ് ആയിട്ടുള്ള മോമോ അല്ലെങ്കിൽ വർക്കിംഗ് ആയിട്ടുള്ള ഡാഡോ ആണെന്നെങ്കിൽ കുറച്ചും കൂടി നിങ്ങളുടെ ലൈഫ് ഈസി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ ഉള്ളതിൽ ഹാപ്പി ആയിട്ടിരിക്കുക, ഓവറായിട്ട് ആലോചിക്കാതിരിക്കുക.
നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകും. അപ്പൊ ബിസി ലൈഫ് സ്റ്റൈൽ ഉള്ളവര് സമയം ലാഭിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം നമ്മുടെ സമയം നഷ്ടപ്പെടുന്നതിന്റെയും എല്ലാത്തിന്റെയും ഇതാണ് ഇതിന്റെ മെയിൻ റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് നമ്മുടെ അമിതമായിട്ടുള്ള ഫോണിന്റെ ഉപയോഗം. അപ്പൊ പ്രത്യേകിച്ച് കൊറോണ ടൈമിലൊക്കെയാണ് നമ്മൾ ഫോൺ കുറെ കൂടി ആക്റ്റീവായിട്ട് ഫോണിലും സോഷ്യൽ മീഡിയയിലും ആക്റ്റീവായ ഒരു സമയം എന്ന് പറയുന്നത്. പക്ഷെ അതിനുശേഷം ഇപ്പോഴും ചിലർക്ക് അതിൽ നിന്നും ഒരു മോചനം കിട്ടിയിട്ടില്ല, ഒരു അഡിക്ഷൻ പോലെ ആയി മാറിയിട്ടുണ്ട്. സമയം നമ്മുടെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നതിന്റെ ഏറ്റവും മെയിൻ ആയിട്ട് റീസൺ എനിക്ക് തോന്നിയത് ടെക്നോളജിയാണ്. അതെന്താന്ന് വെച്ചാല് ഫോൺ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്കിപ്പോ തോന്നിയിട്ടുള്ളത് നമ്മൾ ഇപ്പൊ യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും കാണുന്ന ഷോർട്ട് വീഡിയോസും റീൽസും അതാണ് സമയം ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നമ്മളെ കളയുന്ന ഒരു കാര്യം എനിക്ക് തോന്നിയത്. യൂട്യൂബിലുള്ള ലോങ് വീഡിയോസിന്റെ പ്രത്യേകത നമ്മളത് മുഴുവൻ ഇരുന്ന് കാണണം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ ബോറടിക്കും. എന്റെ വീഡിയോ പോലും ലോങ് വീഡിയോ ഒക്കെ ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അടുത്ത് നമ്മൾ സ്കിപ്പ് ചെയ്തു പോകും. പക്ഷെ ഷോർട്ട് വീഡിയോയുടെ ഒരു പ്രത്യേകത 1 മിനിറ്റ് മാത്രമേ സമയമുള്ളൂ. അതുകൊണ്ട് തന്നെ 1 മിനിറ്റ് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ എല്ലാവർക്കും ഉണ്ട്. ആ 1 മിനിറ്റ് കണ്ടു കഴിയുമ്പോഴേക്കും അടുത്ത വീഡിയോയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് നേരെ പോകുന്നത് അറിയില്ല. 1 മിനിറ്റ് നമ്മൾ കൂട്ടി വെച്ചിട്ട് ഒരു 60 ഷോർട്ട് വീഡിയോ നമ്മൾ കണ്ടെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ സമയം പോയത് നമ്മൾ അറിയില്ല. കാരണം ഒരു ബോറടിയില്ല, നമ്മൾ രസമായിട്ട് ഇരുന്ന് ഇങ്ങനെ വീഡിയോ കണ്ടിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് യൂട്യൂബിലുള്ള ഷോർട്സും റീൽസ് വീഡിയോസും കാണുമ്പോൾ സമയം പോകുന്നതേ അറിയുന്നില്ല, വളരെ ഫാസ്റ്റ് ആയിട്ടാണ് സമയം പോകുന്നത്. അതുകൊണ്ട് ഫോണിന്റെ ഉപയോഗം നമ്മൾ ഒരു കൺട്രോളിൽ നിർത്തിയില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു ടൈമില് ഫോൺ മാത്രം എക്സ്ട്രാ ടൈമിൽ ഫോൺ മാത്രം ഉപയോഗിച്ച് വരുമ്പോൾ എന്താ പറ്റാന്ന് വെച്ചാൽ സമയം പോണതേ നമ്മൾ അറിയില്ല. കുട്ടികൾക്കായപ്പോലും വലിയവർക്കായപ്പോലും ഫോണിന്റെ ഉപയോഗം അമിതമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സമയം ലൈഫിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകും. കാരണം നമ്മൾ സാധാരണ ചെയ്യുന്ന വീട്ടിലെ കാര്യങ്ങളായാലും ഇപ്പൊ ഗാർഡനിങ് ചെയ്യായാലും ക്രാഫ്റ്റ് ചെയ്യായാലും ഒക്കെ വളരെ സ്ലോ ആണ്, നമുക്ക് ബോറടിക്കും. പക്ഷെ ഫോൺ നോക്കുമ്പോൾ ബോറടി ഇല്ല, നേരം പോണത് അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഫോൺ ഉപയോഗം കുറച്ച ശേഷം ഇങ്ങനത്തെ ടാസ്കുകൾ മാനുവൽ ആയിട്ട് നമ്മൾ തന്നെ സ്വയം ചെയ്യുന്ന കാര്യങ്ങളോട് പോകുമ്പോൾ കുറച്ച് ബോറടി ഉണ്ടാവും, ഇല്ല എന്നല്ല, നമുക്ക് ക്ഷമയും കിട്ടില്ല. പക്ഷെ അതിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചുകൂടി സ്ലോ ആയി പോകുന്ന ഒരു ഫീല് കിട്ടും. ഇപ്പൊ വായനയായ പോലും ആർക്കും ഇഷ്ടമില്ല, കാരണം കുറച്ച് വായിക്കുമ്പോഴേക്കും ബോറടിച്ചു അല്ലെ. എന്നാൽ ഷോർട്സ് കാണാനാണ് കുറച്ചുകൂടി ഈസി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മുടെ ഒരു അറ്റൻഷൻ സ്പാൻ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ള ആ ഒരു കഴിവ് എത്രത്തോളം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് നമ്മളെ തന്നെ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഫോൺ ഉപയോഗം കൺട്രോൾ ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. അതിന്റെ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് ആ ഒരു ടൈം ഉപയോഗിക്കാം. ഇനി 4ാമത്തെ ടിപ്പ്, പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിലോട്ട് നോക്കി കഴിയുമ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ ലൈഫിലുള്ള അതായത് ഇപ്പൊ ചിലർ പണക്കാരായിരിക്കാം, അവർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, അവർ പോകുന്ന യാത്രകളായിരിക്കാം, അവരുടെ വാഹനങ്ങളായിരിക്കാം, വീടായിരിക്കാം, അവർ ഉപയോഗിക്കുന്ന ഐറ്റംസ്, ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ലൈഫിൽ അതൊന്നും ഇല്ലല്ലോ എന്നോർത്ത് നമ്മൾ അതൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഓവർ സ്ട്രെയിൻ എടുത്തിട്ട് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അത് ഓവർ സ്ട്രെയിൻ നമുക്ക് പറ്റാത്തതിൽ കൂടുതൽ എടുക്കുമ്പോൾ എന്താണ് നമ്മുടെ ഒരു ദിവസത്തിലെ സമയം നമുക്ക് തികയാത്ത പോലെയാണ് നമ്മൾ ഓവർ സ്ട്രെയിൻ എടുക്കണേ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് നമുക്ക് ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അവരെ കണ്ടിട്ട് നമുക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആർത്തി കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് റിയൽ ആയിട്ടുള്ള റീസൺ? നമ്മുടെ ലൈഫിൽ നമ്മൾ ഉയരണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തിനാണ്? എനിക്ക് വേണ്ടിയിട്ടാണോ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെ വരുമ്പോ എന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ പണി എടുത്തുകൊണ്ടിരിക്കാന്നല്ലാതെ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം ഫീൽ ചെയ്യില്ല. നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യേണ്ടത് നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ എത്ര വർക്ക് ചെയ്താലും ഹാർഡ് വർക്ക് ചെയ്താലും ആ സമയം പോകുന്നതൊന്നും നമുക്കൊരു വിഷമം തോന്നില്ല. പക്ഷെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ എന്താ പറയാ അതിൽ നിന്നും ഒരു കുശുമ്പും അസൂയയും കൊണ്ട് നമ്മൾ അതൊക്കെ അതുപോലെ എനിക്ക് ആവണം എന്നുള്ള വാശിയിലാണ് നമ്മൾ ആവാൻ നോക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നില്ല ഭാവിയിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലെ നമുക്ക് തോന്നും, എന്തിനാണ് ഞാൻ അത്ര കിടന്നിട്ട് ചെയ്ത് കൂട്ടിയത്, എന്ത് ആവശ്യം ഉണ്ടായിരുന്നു, സമയം പോയത് അറിഞ്ഞില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് അത് കഴിഞ്ഞൊരു പ്രായത്തിൽ കഴിയുമ്പോൾ അതൊന്നും എൻജോയ് ചെയ്യാനായിട്ടും നമുക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്യണം നല്ലതാണ്, പക്ഷെ ഓവർ സ്ട്രെയിൻ കൊടുത്ത് നമ്മുടെ ബോഡിയിൽ ഇതാക്കണം നല്ലതല്ല. അങ്ങനെ വരുത്തിക്കൊണ്ട് നമ്മുടെ സമയം നഷ്ടപ്പെടുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് നല്ല മൊമെന്റ്സ് ആണ് നമ്മൾ മിസ് ചെയ്യുന്നത്. 5ാമത്തെ ഒരു പ്രോബ്ലം നമ്മുടെ സമയം നഷ്ടപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അമിതമായ ചിന്തകൾ. ഓരോ ജോലികൾ ചെയ്യുമ്പോഴും അനാവശ്യമായ കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടുക, മനസ്സിന് സ്വസ്ഥതയില്ല, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, ഇതെല്ലാം ആലോചിച്ച് കൂട്ടി പലപ്പോഴും നമ്മളിപ്പോ കുക്കിങ്ങിനായിട്ട് നിൽക്കുകയാണ്, വെറുതെ എക്സാമ്പിൾ പറയാണ്, ചെയ്യുന്ന നേരത്ത് അതിൽ ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ല. അത് പല കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സ്ലോ ആയി പോവാണ്. അങ്ങനെ സമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ അമിതമായ ചിന്തകളാണ്, നെഗറ്റീവ് ചിന്തകളാണ്, ചെയ്യുന്ന കാര്യത്തിൽ കോൺസെൻട്രേഷൻ ഇല്ല ഒരു കാര്യത്തിലും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ സമയമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ചെയ്യുന്ന ജോലിയിൽ ശ്രദ്ധിക്കുക, മൈൻഡ്ഫുൾ ആയിരിക്കാം. മൈൻഡ്ഫുൾ ആയിരിക്കുന്ന വെച്ചാൽ നമ്മൾ ആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ ഫുൾ കോൺസെൻട്രേഷൻ കൊടുക്കുക, അതിൽ ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോ ആ കാര്യം പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, സ്ലോ അല്ലാതെ നല്ല ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ മനസ്സ് വളരെ നമുക്ക് അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ശാന്തമായിട്ടിരിക്കും. ഒരു 1/2 മണിക്കൂർ സൈലന്റ് ആയിട്ട് മിണ്ടാതിരിക്കാം, അനാവശ്യ കാര്യങ്ങൾ മാറ്റി വെക്കാം.
നമുക്ക് വേണ്ടി ഒരു പേഴ്സണൽ പ്രയർ ടൈം സെറ്റ് ചെയ്യുക. കുറച്ചു നേരം പ്രാർത്ഥിക്കാനായിട്ട് സമയം മാറ്റി വയ്ക്കുക. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത നൽകുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. നമുക്ക് മനസ്സിന് ശാന്തിയും സമാധാനമൊക്കെ കിട്ടും. അപ്പൊ പ്രാർത്ഥിക്കുക, കുറച്ചു നേരം ഇരുന്നിട്ട്. കുറച്ചു നേരം ഗാർഡനിങ് ചെയ്യുക, കുറച്ചു നേരം ക്രാഫ്റ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഹോബീസ് ചെയ്യുക. അങ്ങനെ നമ്മുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുക. എപ്പോഴും ഈ അമിതമായ ചിന്തകൾ കുറയ്ക്കാനുള്ള ഐഡിയാസ് ആണ് ഇതൊക്കെ. അപ്പൊ ഇത് കുറയ്ക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ സമയം വേഗം പോവില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഫുൾ ടൈം നമ്മൾ പറയില്ലേ, ദിവാസ്വപ്നം കണ്ട് ഇങ്ങനെ നടക്കുക, അല്ലെങ്കിൽ അമിത ചിന്തയായിട്ട് നടക്കുമ്പോൾ നമ്മുടെ സമയം പോകണം നമ്മൾ അറിയില്ല. കാരണം നമ്മൾ വേറെ ഏതോ വേൾഡിലാണ്, നമ്മൾ ഈ വേൾഡിലല്ല. അപ്പൊ ഈ ആറാമത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ പലർക്കും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ അതിനെ കുറിച്ച് ഒരുപാട് വീഡിയോസും ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അതായത് ടൈം മാനേജ്മെന്റ് ഇല്ല, ഒരു റുട്ടീൻ ഇല്ല, ഒന്നുമില്ല. രാവിലെ എഴുന്നേക്കുന്ന സമയം തോന്നിയ പോലെ, ഉറങ്ങുന്ന സമയം തോന്നിയ പോലെ, അതിന്റെ ഇടയിലുള്ള ടൈം ഒന്നും മാനേജ് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഫുൾ ടൈം സ്ട്രെസ് ആണ്. ആ സമയം നമ്മൾ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരു റുട്ടീൻ ഇല്ലാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും സമയം സേവ് ചെയ്യാനും പറ്റില്ല, സമയം എക്സ്ട്രാ ഒന്നിനും കിട്ടൂല. അത് മാത്രമല്ല, സമയം വേഗം പോകുന്ന പോലെ തോന്നും. കാരണം യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ടൈം സ്പെൻഡ് ചെയ്യാണ്, കിട്ടുന്ന സമയം പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റുട്ടീനും ടൈം മാനേജ്മെന്റും ഉണ്ടെന്നുണ്ടെങ്കിൽ സമയം നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഏഴാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നമുക്ക് പലപ്പോഴും അവധി ദിവസം കിട്ടുമ്പോൾ മടി പിടിച്ച് ഇങ്ങനെ കിടക്കാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. ലേസി ആയിട്ട് ആ ദിവസങ്ങളിൽ ഇങ്ങനെ കിടക്കുന്നത് നല്ലതാണ്. അവധി ദിവസം റിലാക്സ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. ലൈഫ് സ്ലോ ഡൗൺ ചെയ്തു പോകുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. സ്ലോ ഡൗൺ ചെയ്യുന്നതിനൊപ്പം തന്നെ അവധി ദിവസങ്ങളിൽ എങ്ങനെ നമുക്ക് കുറച്ചും കൂടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ചും കൂടി മൈൻഡിനെ ഹാപ്പി ആക്കി വെക്കാം എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. അതായത് നമുക്ക് വേണ്ടി സെൽഫ് കെയറിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ കിട്ടുന്ന സമയം, അവധി ദിവസം നമുക്ക് കിട്ടുന്നത് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ സെൽഫ് കെയറിന് വേണ്ടിയിട്ട് ഫാമിലിയുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാം, പുറത്തൊക്കെ ഒന്ന് പോയി യാത്ര ചെയ്യാം, പുറത്തുനിന്ന് ഒന്ന് ഫുഡൊക്കെ കഴിക്കാം. അങ്ങനെയുള്ള നല്ല നല്ല മൊമെന്റ്സ് പ്രത്യേകിച്ച് അവധി ദിവസങ്ങളിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. ബാക്കിയുള്ള ദിവസം നമ്മൾ ബിസിയാണ്, വർക്കിംഗ് ആണ്, തിരക്കാണ് എല്ലാവർക്കും. അവധി ദിവസം നല്ല നല്ല മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതെന്നും നമുക്കൊരു മെമ്മറിയാണ്. നാളെ ഒരുപാട് വർഷം കഴിഞ്ഞ് ആലോചിക്കുമ്പോൾ നമുക്ക് സന്തോഷം നൽകുന്ന മെമ്മറീസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് അവധി ദിവസങ്ങള് നല്ല രീതിക്ക് പ്ലാൻ ചെയ്ത് ഇങ്ങനെയുള്ള നല്ല നല്ല മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ലൈഫ് കുറച്ചുകൂടി സ്ലോ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ലാസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത്, സമയം വളരെ അമൂല്യമാണ്. ഇത് നമ്മൾ പഠിക്കുന്ന കാലം തൊട്ടേ കേൾക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് പോലും ഇപ്പോഴും നമുക്കത് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം. സമയം വളരെ വാല്യൂബിൾ ആണ്. ഓരോ ദിവസവും നമുക്ക് ദൈവം നൽകുന്ന ദാനമാണ്. നമ്മൾ ഓരോ ദിവസം ഉറങ്ങി എഴുന്നേക്കുമ്പോൾ നന്ദി പറയാ, ഇന്ന് ഞാൻ രാവിലെ ആരോഗ്യത്തോടു കൂടി എഴുന്നേറ്റു, ഇന്നത്തെ ദിവസം നന്നായി പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ സമയത്തെ കുറിച്ച് വാല്യൂ ഉണ്ടായിരിക്കുക. ഓരോ ദിവസവും നല്ല രീതിക്ക് കൊണ്ടുപോവാണെങ്കിൽ നമുക്കത് ഓരോ ദിവസം ഓർക്കാനുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ നൽകുന്നതാണ്. അപ്പൊ സമയം, നമ്മളെപ്പോഴും പറയും ടൈം ഈസ് മണി എന്നാണ് അല്ലെ. അപ്പൊ നമ്മൾ ആ ടൈം വേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മണി തന്നെയാണ് നഷ്ടപ്പെടുന്നത്. ഒരിക്കലും പണം കൊടുത്ത് നമുക്ക് സമയം മേടിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സമയത്തെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് വിജയങ്ങൾ നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല, സമയം സ്ലോ ആവുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സന്തോഷമായിരിക്കും. അപ്പൊ ഏജ് കൂടുന്തോറും നമ്മുടെ സമയം സ്ലോ ആക്കാനുള്ള ടെക്നിക്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ടിപ്സും ട്രിക്സും എന്നോട് ഷെയർ ചെയ്യണം തീർച്ചയായിട്ടും. അപ്പൊ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.